ഹലോ വ്യൂവേഴ്സ്, നമ്മളിന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് ട്ടോ. നമുക്ക് ഹാമ്പർ ബോക്സ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് വരാന്ന് വെച്ചിട്ടാണ് ഞാനും ഏട്ടനും കൂടെ ഇറങ്ങിയിട്ടുള്ളത്. മാത്രമല്ല ഹാമ്പറിലേക്ക് കുറച്ച് സാധനം കൂടെ വാങ്ങിക്കാനുണ്ട് ട്ടോ. അപ്പോൾ ഇതാ ഏട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നൊരു സൺഡേ ആണ് ട്ടോ. കാരണം സൺഡേ ആണ് ഏട്ടന് ഓഫ് ഉണ്ടാവുക. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാം. കാരണം രാവിലെ ചായ കുടിക്കാതെയാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് ട്ടോ. മയക്കെടുത്തുണ്ട്. നമുക്കിന്ന് ഹാമ്പർ ബോക്സും ഹാമ്പറിലേക്കുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ മെയിനായിട്ട് വാങ്ങിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഏട്ടൻ ഞാൻ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഞാൻ കുറേ ചോദിച്ചു. എന്താ ഏതാന്നൊന്നും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോൾ സർപ്രൈസാണ്, ഹാമ്പർ ബോക്സ് സെറ്റ് ചെയ്യുന്ന അന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്, എന്തൊക്കെയോ വാങ്ങി വെച്ചിട്ടുള്ളതെന്ന് അറിയില്ല. അപ്പം ഏട്ടൻ എന്നോട് ഇന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞു. ആ സാധനങ്ങളാണ് കേട്ടോ ഞാൻ വാങ്ങിക്കണത്. ബാക്കിയെല്ലാം ഏട്ടൻ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ കാർട്ടിലിട്ട് വെച്ചതും അങ്ങനെ അതിൽ നിന്നുള്ള കുറച്ച് സൂചനകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ദിവസം ഇത് അറേഞ്ച് ചെയ്യുന്നൊരു ദിവസത്തിന് വേണ്ടി ഞാൻ എക്സൈറ്റഡ് ആണ്. എന്തൊക്കെയാണ് എനിക്ക് വേണ്ടി അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചതെന്ന് അറിയത്തില്ലല്ലോ. ഇപ്പം നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് പാർട്ടി വെയർ ചുരിദാറാണ് കേട്ടോ. അതാണേലും ഏട്ടനോട് ചോദിച്ച് ഏട്ടന് ഇഷ്ടമുള്ള ടൈപ്പിലാണ് നമ്മളിതെല്ലാം സെലക്ട് ചെയ്യണത്. ഇത് ഫുള്ള് ഏട്ടന് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. ഏട്ടന് ഇഷ്ടം എന്താണോ ഏട്ടൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടം എന്താന്ന് കണ്ടറിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എടുക്കണതെല്ലാം ഏട്ടൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ. നമ്മൾ ഹാമ്പർ ബോക്സ് സെറ്റ് ചെയ്യണത് നമ്മൾ തന്നെയാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഫീൽഡിലുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കത് പുറത്ത് കൊടുക്കണ്ട എന്നൊരു തീരുമാനത്തിൽ ലാസ്റ്റ് നമ്മൾ എത്തി. അത് എനിക്ക് അന്ന് ആ ഒരു ഫംഗ്ഷനിലേക്ക് ഗിഫ്റ്റ് കൊണ്ടുവരുമ്പോൾ ഞാൻ സർപ്രൈസ് ആവില്ല എന്ന് വെച്ചിട്ടായിരുന്നു പുറത്ത് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. പിന്നെ നമുക്ക് ആ ഒരു തീരുമാനം വേണ്ടാന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഫംഗ്ഷന് നമ്മൾ സെറ്റ് ചെയ്യുന്ന പോലെ ആര് സെറ്റ് ചെയ്താലും ഭംഗിയാവില്ല. അപ്പം ഞങ്ങൾ തന്നെ തീരുമാനിച്ചു നമുക്ക് തന്നെ ചെയ്യാം. പക്ഷേ ഏട്ടൻ പറഞ്ഞു കുറച്ച് സർപ്രൈസും കാര്യങ്ങളും അന്നത്തേക്ക് ഞാൻ എക്സ്ട്രാ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ അന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ സർപ്രൈസ് എക്സ്ട്രാ ഏട്ടൻ തന്നെ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്കങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹാമ്പർ സെറ്റ് ചെയ്യുന്നത് നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരുമിച്ച് ഇരുന്ന് തന്നെയായിരിക്കും. അപ്പോൾ അന്ന് ഞാനവിടെ ചെല്ലുന്ന സമയത്ത് എന്തൊക്കെയാണോ അറേഞ്ച് ചെയ്ത് വെച്ചത് അത് കണ്ടാൽ തന്നെ ഞാൻ സർപ്രൈസ്ഡ് ആണ്. പിന്നെ അത് ഒരുമിച്ചിരുന്ന് ചെയ്ത് അവിടേക്ക് അങ്ങ് കൊണ്ടുവരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പ്രശ്നമില്ല. കാരണം നമ്മളൊരു ഫീൽഡ് ഇതാണ്, നമ്മൾ ചെയ്താലാണ് അത് അത്രയും ഭംഗിയാവുക. അപ്പം നമ്മൾ തന്നെയാണ് ഹാമ്പർ സെറ്റ് ചെയ്യണത് കേട്ടോ. അപ്പം അതിനേക്കുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഈ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാ ഈ ഷോപ്പിങ്ങിൻ്റെ കൂടെ എൻ്റെ പെങ്ങളും കുഞ്ഞും ജോലി മമ്മി എടുക്കട്ടെ പ്ലീസ്. നോനോ അല്ല ഞാൻ ചോദിച്ചു. എന്താ വിലു പൈസയോ നമ്മള് മിറർന്ന് ഫോട്ടോ എടുക്കാവാ പോരി വാ. അപ്പം ഇതാ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പാരഗണിലേക്ക് വന്നതാണ് ഗൈസ്. ഒരു 3 മണി ഒക്കെ ആയിട്ടുണ്ടാകും. എന്നിട്ട് അവിടുത്തെ തിരക്കിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ റഹ്മത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ റഹ്മത്തിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഇന്ന് വാങ്ങാൻ വന്നത് ഹാമ്പർ ബോക്സ് ആയിരുന്നു കേട്ടോ. ആ കാര്യമൊന്നും നടന്നിട്ടില്ല. ഇന്ന് സൺഡേ ഓപ്പൺ ആയിരുന്നില്ല ഷോപ്പ്. നാളെ ഇപ്പം ഞാൻ സിസ്റ്ററും കൂടെ വന്നിട്ട് അത് കളക്ട് ചെയ്യണം. നാളെ ഏട്ടന് ലീവില്ല. അപ്പോൾ നമ്മളിതാ റഹ്മത്തിലെത്തി കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കണമെന്നാണ്
അങ്ങനെ അവിടുത്തെയും ഒരുപാട് നേരത്തെ തിരക്കിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞങ്ങളിവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഗൈസ് എന്താണ് ഗൈസ്? വേണോ? എന്താ വേണ്ട? ജ്യൂസായി ബിരിയാണി മാറി. ഏട്ടനോട് ബിരിയാണി പറഞ്ഞെങ്കിലും ബിരിയാണി എന്താ ബിരിയാണി വേണ്ടേ? ചൂട് ചൂട് ചൂടുണ്ട്. മിലുവോ മിലുവോ മിലുവിന് എന്താ വേണ്ടേ? ബിരിയാണിയോ? ഒക്കെ വേണോ? നേരം നല്ല ബീഫാട്ടോ. ഇത് ബീഫ് ബീഫ് നേടൻ്റെ ബീഫല്ലേ? ബീഫ് ബീഫ് കേട്ടോ. എനിക്കില്ല. മിന ബിരിയാണി കഴിക്കുന്ന തിരക്ക്. അടി കിട്ടും. എന്നോട് ചോദിക്കാണ്ട് എന്റെ ഫോട്ടോ ആ മുഖത്തെ പ്രസരിപ്പ് കണ്ടു ഗൈസ്. അമർത്തി വെച്ച് കൊണ്ടുപോകാൻ പറ്റാടാ. അങ്ങനെ ഇതാ അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ട് അങ്ങനെ ചേച്ചി അവിടെ നമ്മുടെ അടുത്തുനിന്ന് കിട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. വീണ്ടും പർച്ചേസിങ് ബാലുശ്ശേരിയിൽ നിന്നാണ് കുറച്ച് സാധനം ഇനി വാങ്ങിക്കാനുള്ളത് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മളിതാ തിരിച്ച് ബാലുശ്ശേരിക്ക് പോവാണ് കേട്ടോ. ബാലുശ്ശേരി എത്താനായി നമ്മൾ നന്മണ്ട കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങാണ്ട് ഈ സാധനത്തിന്. അവിടെ ഇത് എൻ്റെ സിസ്റ്റർ കാത്തിരിക്കുന്നുണ്ട്. കാരണം അവൾക്ക് ക്ലോത്ത് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. എൻഗേജ്മെൻറ്റിലേക്കുള്ള ഔട്ട്ഫിറ്റാണ് വാങ്ങിക്കാനുള്ളത്. അവൾ എന്നെ കാത്തിരിക്കുകയാണ് കേട്ടോ. മെറ്റീരിയലാണ് എടുക്കുന്നത്. നമ്മൾ നേരെ പരാഗിലേക്കാണ് പോണത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പരാഗ് ഫാഷനിൽ എത്തി കേട്ടോ. ഇനി അവിടെ നമുക്ക് കുറച്ച് റണ്ണിങ് മെറ്റീരിയൽ കൂടെ കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാവുന്നതാണ്. ബാക്കിയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ നിനക്ക് മുഖം തരാൻ ഒരു മടി? നമ്മൾ കൊത്തിയൊക്കെ വെക്കുക. അങ്ങനെ ഇതാ മോൾക്കുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അവൾ സ്കേർട്ടും ടോപ്പുമാണ്. ഇതാ ഈ മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് എടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ അച്ഛൻ വന്ന് നമ്മളെ കൂട്ടി ഇതാ നേരെ ഫ്ലാറ്റിലേക്കാണ്. നാളെ നമുക്ക് ഒന്നുകൂടെ കോഴിക്കോടൊക്കെ പോകാനുള്ളതുകൊണ്ട് അവളിന്ന് എൻ്റെ കൂടെ ഇങ്ങ് പോകുന്നു കേട്ടോ. നാളെ ക്ലാസ്സിൽ പോകുന്നില്ലേ, എൻ്റെ കൂടെ പോരുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചതാണ് അവളെ. നമ്മളിങ്ങനെ പോവാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങ് പോന്നു എൻ്റെ കൂടെ. നാളെ നമുക്ക് രാവിലെ കോഴിക്കോടേക്ക് പോകാനുണ്ട്. നീ പോട്. അങ്ങനെ ഇതാ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിതാ ആകെ ടയേർഡായി കേട്ടോ. ഇനി നമുക്ക് നാളത്തെ വ്ളോഗിൽ കാണാം. നാളെ ഈ ഷോപ്പിങ്ങിൻ്റെ പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും
ബൈ.